പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ തികച്ചും നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളോളം ബംഗാൾ ഭരിച്ചു മുടിച്ച മമതയും കൂട്ടരും പുതിയ പുതിയ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് ഇപ്പോൾ ബംഗാളിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണം നഷ്ടപ്പെട്ട് കസേര ഇളകി താഴെ വീണതോടെ ഇപ്പോൾ അവിടെ ജനങ്ങൾക്ക് സമാധാനവും വികസനവും നൽകി മുന്നോട്ടു പോകുന്ന BJP സർക്കാരിനെ എങ്ങനെയെങ്കിലും തകർക്കാനും പുറത്തിറക്കാനും വേണ്ടി പുതിയ പുതിയ കള്ളത്തരങ്ങൾ മെനയുകയാണ് ദീദിയും അവരുടെ കൂട്ടാളികളും. അധികാരം പോയതോടെ വിറളി പിടിച്ചിരിക്കുന്ന മമതയുടെ ഈ പുതിയ അടവുകൾ പക്ഷേ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പാളി പോവുകയാണ്. വർഷങ്ങളോളം തൃണമൂലിന്റെ ഗുണ്ടാ രാഷ്ട്രീയവും അഴിമതിയും കണ്ട ജനങ്ങൾക്ക് വരെ കടുത്ത അതൃപ്തിയും മടുപ്പും തോന്നി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ബംഗാളിൽ കണ്ടത്. BJPയെ താഴെയിറക്കാൻ വേണ്ടി മമതയും കൂട്ടരും കെട്ടിയുയർത്തിയ വലിയൊരു നാടകത്തിന്റെ ബലൂണാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ ഒരൊറ്റ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ട് കുത്തിപ്പൊട്ടിച്ച് ജനങ്ങൾ അറബിക്കടലിൽ ഒഴുക്കിയിരിക്കുന്നത്. കള്ളക്കേസുകളും ഗുണ്ടാ വിളയാട്ടങ്ങളും ഇല്ലാത്ത നല്ലൊരു ഭരണം BJP അവിടെ കാഴ്ചവെക്കുമ്പോൾ അതിനെ തകർക്കാൻ ദീദി ഇറക്കുന്ന ഈ ഒരൊറ്റ നാടകവും ഇനി ബംഗാളിൽ വിലപ്പോകില്ല എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബംഗാളിൽ സംഭവിക്കുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം മമതയുടെ തണലിൽ അഹങ്കാരം കാണിച്ചു നടന്ന അഭിഷേക് ബാനർജി സോണാർപൂരിലേക്ക് ഒരു സന്ദർശനത്തിനായി തിരിച്ചു. സോണാർപൂരിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ കണ്ട് സഹതാപം പിടിച്ചുപറ്റാൻ ഇറങ്ങിയ ആ സന്ദർശന വഴിയിലാണ് തൃണമൂൽ പാർട്ടിക്കാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടുത്തെ സാധാരണ ജനങ്ങൾ തെരുവിലിറങ്ങിയത്. വഴിമധ്യേ ഒരു കവലയിൽ വെച്ച് അവിടുത്തെ നാട്ടുകാർ ഈ വണ്ടി വളഞ്ഞു. വർഷങ്ങളോളം ഇവരുടെ ഗുണ്ടാ വിളയാട്ടവും കൊള്ളയും കണ്ട് മനം മടുത്ത സാധാരണ ജനങ്ങളുടെ അടങ്ങാത്ത രോഷമാണ് അവിടുത്തെ തെരുവിൽ അണപൊട്ടിയൊഴുകിയത്. അവിടുത്തെ ജനങ്ങൾ ആ വണ്ടിക്ക് നേരെ ചീമൂട്ടകളും കരിങ്കല്ലും വർഷിച്ച് കടുത്ത പ്രതിഷേധവും ആക്രമണവും നടത്തി. ജനരോഷം അത്രയ്ക്ക് ഭീകരമായിരുന്നതുകൊണ്ട് ഒടുവിൽ സുരക്ഷയെ കരുതി തലയിൽ ഒരു ഹെൽമെറ്റും വെച്ച് നാണം കെട്ടാണ് അഭിഷേക് ബാനർജി തിരികെ പോയത്. ജനങ്ങൾക്ക് വരെ അത്രയ്ക്കും മടുത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ നാണം കെട്ട അവസ്ഥയ്ക്ക് തൊട്ടു പിന്നാലെയാണ് മമതയുടെ അടുത്ത നാടകം തുടങ്ങുന്നത്. ഈ സംഭവത്തിനു ശേഷം അഭിഷേക് ബാനർജിയെ കൊൽക്കത്തയിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വിവരമറിഞ്ഞ് മമത ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്തു. ജനങ്ങളുടെ ഈ പ്രതിഷേധത്തെ വധശ്രമമാക്കി മാറ്റി BJPയെ കുറ്റപ്പെടുത്താൻ ഈ ഹോസ്പിറ്റലിൽ സന്ദർശനത്തിനെ പരമാവധി രാഷ്ട്രീയവൽക്കരിക്കാനുമാണ് മമത അവിടെ ശ്രമിച്ചത്. ഇതേ എൻ്റെ ആളുകളെ കൊലപ്പെടുത്താൻ നോക്കുന്നേ എന്ന് പറഞ്ഞ് അവർ വലിയ അട്ടഹാസങ്ങൾ നടത്തി. അതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ചു. ഇത് വിവരമുള്ള ജനങ്ങൾ ജീവിക്കുന്ന കാലമാണ്. നിങ്ങളുടെ നാടകം പൊളിക്കാൻ ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ ഔദ്യോഗിക റിപ്പോർട്ട് തൊട്ട് പിന്നാലെ തന്നെ പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ അഭിഷേക് ബാനർജിക്ക് മറ്റു യാതൊരുവിധ ശാരീരിക കുഴപ്പങ്ങളൊന്നുമില്ലെന്നും മൂക്കിന് ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂവെന്ന് ഡോക്ടർമാർ കൃത്യമായി സ്ഥിരീകരിച്ചു. എന്നാൽ ഈ റിപ്പോർട്ട് വന്നിട്ടും മമത അതിനെ വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് കാണിക്കാൻ നോക്കി. അതോടെ BJPക്കെതിരെ തിരിയാൻ വേണ്ടി മമത കെട്ടിയുയർത്തിയ വലിയ നാടകത്തിന്റെ ബലൂൺ ഡോക്ടർമാർ ഒരൊറ്റ റിപ്പോർട്ട് കൊണ്ട് കുത്തിപ്പൊട്ടിച്ചു. സത്യം പറഞ്ഞാൽ നാടകങ്ങളെല്ലാം പാളീസായി. തോൽവി പൂർണ്ണമായി സമ്മതിക്കാൻ കഴിയാതെ ഭരണം പോയതിൻ്റെ സങ്കടത്തിൽ മമതയ്ക്കിപ്പോൾ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയാണ്. ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും അധികാരം തിരിച്ചു പിടിക്കാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു. BJP സർക്കാരിൻ്റെ വികസനങ്ങളെ തടയാൻ നോക്കുന്നു. വർഷങ്ങളോളം ബംഗാൾ ഭരിച്ച ഒരു മുൻ മുഖ്യമന്ത്രിയുടെ കസേര ഇളകി താഴെ വീണപ്പോൾ ഉണ്ടാകുന്ന വിറളി പിടിക്കലാണിത്. പക്ഷേ മമത ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ബംഗാളിലെ ജനങ്ങൾ വിവരമുള്ളവരാണ്. BJP ഭരണത്തിന് കീഴിൽ അവർ ഇന്ന് സമാധാനവും വികസനവും കാണുന്നുണ്ട്. കള്ളക്കേസുകളും ഗുണ്ടാവിളയാട്ടങ്ങളും ഇല്ലാത്ത നല്ലൊരു ഭരണം BJP കാഴ്ചവെക്കുമ്പോൾ അതിനെ തകർക്കാൻ ദീദി ഇറക്കുന്ന ഈ ഒരൊറ്റ നാടകവും ഇനി ബംഗാളിൽ വിലപ്പോകില്ല. BJPയെ പുറത്താക്കാനുള്ള എല്ലാ അടവുകളും ജനങ്ങൾ അറബിക്കടലിൽ ഒഴുക്കി. യഥാർത്ഥത്തിൽ ഭരണം നഷ്ടപ്പെട്ടതോടെ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാതെ തികച്ചും വിരളി പിടിച്ച് നടക്കുന്ന ഒരു മമതാ ബാനർജിയാണ് ഇപ്പോൾ ബംഗാളിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് എന്ത് അനിഷ്ട സംഭവം ഉണ്ടായാലും അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം കണ്ണടച്ച് BJPയെ കുറ്റം പറയുക എന്നത് മാത്രമാണ് ഇപ്പോൾ മമതയുടെ പ്രധാന പരിപാടി. വർഷങ്ങളോളം തങ്ങൾ കാണിച്ചു കൂട്ടിയ അഴിമതിയും ഗുണ്ടായുസവും അടുത്ത് ജനങ്ങൾ തങ്ങളെ പുറത്താക്കിയെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ രീതിയിൽ പെരുമാറുന്നത്.
BJP സർക്കാരിന്റെ വികസനങ്ങളെ തടസ്സപ്പെടുത്താനും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്ന മമത ഒടുവിൽ സ്വന്തം പാർട്ടിക്ക് നേരെ ജനങ്ങൾ തെരുവിൽ തിരിയുമ്പോഴും അത് BJPയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ്. എന്നാൽ ബംഗാളിലെ ജനങ്ങൾ ഇപ്പോൾ വികസനവും സമാധാനവും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും BJPയെ കുറ്റപ്പെടുത്തുന്ന മമതയുടെ സ്ഥിരം പരിപാടി ഇനി അവിടെ വിലപ്പോകില്ല എന്ന് വ്യക്തമാണ്. മമത എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. BJPക്ക് നേരെ തിരിയാൻ മാത്രമേ ഇപ്പോൾ മമതയ്ക്ക് സമയമുള്ളൂ. തങ്ങൾക്ക് എന്തുകൊണ്ടാണ് അധികാരം നഷ്ടപ്പെട്ടതെന്ന് ആലോചിക്കാനോ ജനങ്ങൾ എന്തുകൊണ്ടാണ് തങ്ങൾക്കെതിരെ ഇത്രയും രോഷാകുലരാകുന്നതെന്ന് ചിന്തിക്കാനോ അവർ തയ്യാറാകുന്നില്ല. പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ട് നേതാക്കൾ കൂട്ടത്തോടെ രാജിവെച്ച് പോകുന്നതെന്ന് പരിശോധിക്കാൻ പോലും മമത സമയം കണ്ടെത്തുന്നില്ല. സ്വന്തം പാർട്ടിയുടെ തകർച്ച തിരിച്ചറിയാതെ അപ്പോഴും BJP എങ്ങനെ പൂട്ടിക്കെട്ടാം എന്നുള്ളതിൽ മാത്രമാണ് മമതയുടെ മുഴുവൻ താല്പര്യവും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ബംഗാളിൽ കണ്ടത്. ഇനിയെങ്കിലും ഇത്തരം വില കുറഞ്ഞ കള്ളത്തരങ്ങളും രാഷ്ട്രീയ നാടകങ്ങളും മമതയും കൂട്ടരും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നത് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. ഇത് പുതിയ ബംഗാളാണ്. മമതയുടെയും തൃണമൂലിന്റെയും ഗുണ്ടാ രാഷ്ട്രീയത്തെയും അഴിമതിയെയും നേരിട്ട് എതിർത്ത് തോൽപ്പിച്ച സുവേന്ദുവിന്റെ മണ്ണിൽ നീതിയുടെ പഴയ കള്ളക്കളികളൊന്നും ഇനി ഒരു രീതിയിലും നടക്കാൻ പോകുന്നില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കുതിപ്പും ശക്തമായ ഭരണവുമാണ് നിലനിൽക്കുന്നത്. മോദി സർക്കാരിനെയും ബംഗാളിലെ BJP ഭരണത്തെയും എത്രയൊക്കെ താഴെ ഇറക്കാൻ നോക്കിയാലും കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടാലും അതിൻ്റെയൊക്കെ തിരിച്ചടി ഒടുവിൽ മമതയ്ക്ക് തന്നെയായിരിക്കും കിട്ടുക എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഈ കണ്ടത്. എന്തിനും BJPയെയും മോദി സർക്കാരിനെയും കുറ്റപ്പറയുന്ന മമത ഈ സ്ഥിരം പരിപാടി ബംഗാളിലെ വിവരമുള്ള ജനങ്ങൾക്ക് മുന്നിൽ വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മമതയുടെ പാർട്ടിയുടെ അടിവേരിളകിയിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. പാർട്ടിയിൽ നിന്ന് ആളുകളെല്ലാം കൂട്ടത്തോടെ ഒഴിഞ്ഞു പോവുകയാണ്. നേതാക്കളും അണികളും എല്ലാം കൊഴിഞ്ഞുപോയി. ഒടുവിൽ ഇപ്പോൾ ആ പാർട്ടിയിൽ ദീദിയും അഭിഷേക് ബാനർജിയും മാത്രമായി അവശേഷിക്കുകയാണ്. എന്നിട്ടും തങ്ങൾക്ക് എന്തുകൊണ്ട് അധികാരം നഷ്ടപ്പെട്ടത് എന്നാലോചിക്കാനോ ജനങ്ങൾ എന്തുകൊണ്ട് തങ്ങൾക്കെതിരെ ഇത്രയും രോഷാകുലരാകുന്നതെന്ന് ചിന്തിക്കാനോ മമത തയ്യാറാകുന്നില്ല. വർഷങ്ങളോളം അധികാരത്തിലിരുന്നപ്പോൾ ബംഗാളിലെ സാധാരണ ജനങ്ങളോട് ഇവർ കാണിച്ച ക്രൂരമായ ആക്രമണങ്ങൾക്കും അഹങ്കാരത്തിനും ജനങ്ങൾ തെരുവിൽ വെച്ച് തിരിച്ചു നൽകിയ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാകാതെ സ്വന്തം പോരായ്മകൾ തിരുത്തുന്നതിന് പകരം ഇതിനെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അതെങ്ങനെയാണ് ശരിയാവുക? ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം തിരിച്ചടികളെ പോലും BJPക്ക് നേരെ തിരിക്കാനുള്ള ഒരു ആയുധമാക്കുക എന്നതാണ് മമതയുടെ എപ്പോഴത്തെയും സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകൾ ഒരു കാര്യം അടിവരയിടുന്നുണ്ട്. ജനാധിപത്യത്തിൽ ജനങ്ങളെ എപ്പോഴും വിഡ്ഢികളാക്കാൻ കഴിയില്ല എന്നതാണ്. ഭരണം നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യം ചെയ്യേണ്ടത് തങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് സ്വയം വിലയിരുത്തുകയാണ്. ജനങ്ങൾ എന്തുകൊണ്ടാണ് തങ്ങളെ കൈവിട്ടത്, എന്തുകൊണ്ടാണ് തങ്ങളുടെ അണികളും നേതാക്കളും പാർട്ടി വിട്ടുപോകുന്നത് എന്ന് തിരിഞ്ഞു നോക്കാനുള്ള രാഷ്ട്രീയ മര്യാദയല്ലേ ആദ്യം ഈ തൃണമൂൽ കോൺഗ്രസ് കാണിക്കേണ്ടത്? അതിനു പകരം സ്വന്തം വീഴ്ചകളെല്ലാം കേന്ദ്ര സർക്കാരിന്റെയോ BJPയുടെയോ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നത് രാഷ്ട്രീയപരമായ ഭീരുത്വമല്ലേ? അധികാരം കയ്യിലുണ്ടായിരുന്നപ്പോൾ കാണിച്ച അഹങ്കാരത്തിനും സാധാരണക്കാരുടെ മേൽ അഴിച്ചുവിട്ട ആക്രമണങ്ങൾക്കും കാലം കരുതി വെച്ച തിരിച്ചടിയാണ് ഇപ്പോൾ മമതയും അവരുടെ പാർട്ടിയും ബംഗാളിന്റെ തെരുവുകളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഈ സ്വാഭാവികമായ പ്രതികരണങ്ങളെയും രോഷത്തെയും BJPക്കെതിരെയുള്ള ആയുധമാക്കാൻ നോക്കിയാൽ അത് തിരിഞ്ഞുകൊത്തുക മമതയ്ക്ക് തന്നെയായിരിക്കും. ഓരോ ദിവസവും അവർ പുറത്തെടുക്കുന്ന ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ അടവുകൾ പരാജയപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കാരണം കള്ളപ്രചാരണങ്ങൾ കൊണ്ട് ഒരു ജനതയുടെ കണ്ണടപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാരുടെ ആ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വസ്തുതകൾ തെളിയിക്കുകയാണ്. ഇത് പഴയ ബംഗാളല്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയങ്ങളും ബംഗാളിൽ സുവേന്ദു അധികാരിയെ പോലെയുള്ള കരുത്തുറ്റ നേതാക്കളുടെ സാന്നിധ്യവും നിലനിൽക്കുന്ന പുതിയൊരു രാഷ്ട്രീയ യുഗമാണിത്. ജനങ്ങൾ വികസനവും സമാധാനവുമാണ് ആഗ്രഹിക്കുന്നത്. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ മമത തയ്യാറാകുമോ, അതോ പഴയ ഗുണ്ടാ രാഷ്ട്രീയത്തിന്റെയും കള്ളപ്രചാരണങ്ങളുടെയും വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.